ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നേ. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ കൂട്ടുകാരോട് പങ്കുവയ്ക്കണത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരു ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉഴുന്നവടയും ചമ്മന്തിയുമാണ്, കട്ടൻ ചായയും. ഇവിടെ ഇപ്പോൾ ഞാനും ഇളയ മോന് മാത്രമേ ഉള്ളൂ. ചേട്ടന് രാവിലെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു വെളുപ്പിനെ. അങ്ങനെ ചേട്ടന് ഓട്ടത്തിന് പോയി. മോൻ്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമാണ് ഇന്ന്. അപ്പം മോനും രാവിലെ കല്യാണത്തിനൊക്കെ പോയി. അപ്പം ഞാനും ഇളയ മോന് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇന്നലെ അരച്ച് വെച്ച ഉഴുന്നവടയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉഴുന്നവടയും ചമ്മന്തിയൊക്കെ കഴിച്ച് തേയിലവെള്ളമൊക്കെ അതിൻ്റെ കൂടെ കുടിച്ച് സുഖമായിട്ട് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ചേട്ടൻ പെട്ടെന്ന് ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് ചേട്ടൻ പെട്ടെന്ന് മോനോട് പറഞ്ഞ് ഓട്ടോറിക്ഷയൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി ഉപ്പയ്ക്ക് വേറെ എടുത്തൊരു ഓട്ടം പോകണം എന്ന് പറഞ്ഞിട്ട് ചേട്ടന് ഓട്ടോറിക്ഷയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ചേട്ടൻ പോയി. അപ്പോൾ വീണ്ടും ഞാനും മോനും മാത്രമേ ഉള്ളൂ വീണ്ടും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ചോറിന് ഉള്ള വെള്ളമൊക്കെ അടുപ്പിലിട്ടിട്ടാണ് ഞാൻ നിന്നത്. ആ സമയത്ത് ഇന്ന് രാവിലെ എണീറ്റതല്ലേ, അപ്പോൾ പെട്ടെന്ന് ജോലികളൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരി തിളച്ച് ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റേഷൻ അരിയാണ്. അപ്പോൾ രാവിലെ തന്നെ തുണിയൊക്കെ നനക്കിയിട്ടിട്ടുണ്ടായിരുന്നു. തുണിയൊക്കെ നനച്ച് മോന് കൊണ്ടുപോയി വിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അമ്മ രാവിലെ വന്നപ്പോൾ അമ്മയുടെ കയ്യിൽ മീനിനും പച്ചക്കറിക്കൊക്കെ പൈസ കൊടുത്തിരുന്നു. അങ്ങനെ അമ്മ പോയി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മീൻ കൊണ്ട് തന്നത് കൊഴിയാള മീനാണ് കേട്ടോ. നല്ല പച്ച മീനായിരുന്നു. ഇത് ഇത്രയും കൂടെ 100 രൂപയുണ്ട് കേട്ടോ കൂട്ടുകാരെ, ഈ മീനും ഇത്രയും. അപ്പം ഇത് സാമ്പാറിന് നാളെ വിഷുവൊക്കെ അല്ലേ, അപ്പോൾ ഒരു ചെറിയൊരു സദ്യ ഉണ്ടാക്കണമെങ്കിലെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് തോരത്തിനും സാമ്പാറിനും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മയാണ് വാങ്ങിച്ചുകൊണ്ട് തന്നത്. അപ്പോൾ ഇന്ന് തോരത്തിന് ഒരു പപ്പയ്ക്ക ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നെടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ മീൻ വെള്ളത്തിട്ടതിന് ശേഷം പപ്പയ്ക്ക ഒന്ന് അരിഞ്ഞപ്പം പപ്പയ്ക്ക ഇച്ചിരി പഴുത്തു പോയി. അപ്പോൾ അതൊന്ന് തോരൻ വെച്ച് കഴിഞ്ഞാൽ അത്ര കൊള്ളൂല. അങ്ങനെ അത് അവിടെ മാറ്റി വെച്ച് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അമ്മ മീനൊക്കെ അറുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ മീൻ അറുക്കണ നേരം കൊണ്ട് ഞാൻ വന്നിട്ട് നമ്മുടെ മീൻ കറിക്കുള്ള അരപ്പൊക്കെ അരച്ച് അടുപ്പിലാക്കാമെന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ തിരികെ എടുത്ത് മീൻ കറിക്കുള്ള അരപ്പരച്ച് ഞാൻ തിളയ്ക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തു കേട്ടോ. വെച്ച നേരം കൊണ്ട് അമ്മ മീനൊക്കെ അറുത്ത് വൃത്തിയാക്കിക്കൊണ്ട് തന്ന്. അപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങൾ അരപ്പ് തിളച്ചത് കൊണ്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ പറക്കി ഞാൻ നമ്മുടെ അരപ്പിൽ ഇട്ട് കൊടുത്തു. അപ്പം 8 മീനുണ്ടായിരുന്നു 100 രൂപയ്ക്ക്. അപ്പം 4 എണ്ണം അമ്മ എനിക്ക് പൊരിക്കാനും എടുത്ത് 4 എണ്ണം കറിക്കുമായിട്ടാണ് അരിഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പരുവൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കൊടിയാള മീനിൽ. ആ പരുവൊക്കെ എടുത്ത് അമ്മ നമ്മുടെ മീൻ കറിയിലിടാൻ വേണ്ടി എന്ന് പറഞ്ഞ് കൊണ്ട് തന്ന്. ഞാനാണെങ്കിൽ മീൻ വൃത്തിയാക്കുന്ന സമയത്ത് അതൊന്നും എടുക്കൂല കേട്ടോ, അതൊക്കെ അങ്ങ് എടുത്ത് കളയാണ് ചെയ്യണത്. പക്ഷെ അമ്മ അങ്ങനെയല്ല. പിന്നെ ഞാൻ ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് അത് അവിടെ ഇരുന്നൊന്ന് കറി ഒന്ന് തിളക്കിയിട്ട്. അപ്പം പപ്പയ്ക്ക് തോരൻ വയ്ക്കാൻ കൊള്ളൂലല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു മുരിങ്ങയ്ക്ക് ഒന്ന് അടത്ത് ഒരു മുരിങ്ങയ്ക്ക് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ മുരിങ്ങയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ഒരു മുരിങ്ങയ്ക്ക് നീളത്തിന് അരിഞ്ഞിട്ട് ഒരു സവാളയും കൂടെ ചേർത്താണ് കേട്ടോ ഞാൻ എണ്ണയിൽ ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയിൽ യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മുരിങ്ങയ്ക്ക വേകാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ഈ മുരിങ്ങയ്ക്ക തോരന് വേണ്ട കൂട്ടിലേക്ക്. അങ്ങനെ ഞാൻ അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ വെള്ളം പോരാ, അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ വേണമെന്ന് എനിക്ക് തോന്നി ഞാൻ ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ. മുരിങ്ങയ്ക്കയല്ലേ, ഉപ്പും മഞ്ഞൾപ്പൊടിയും നേരത്തെ ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മളുടെ ഈ മുരിങ്ങയ്ക്കയുടെ കഷ്ണങ്ങളിൽ പിടിക്കുകയുള്ളൂ. അതിന് വേണ്ടിയാണ് കേട്ടോ കൂട്ടുകാരെ നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് അതവിടെ ഇരുന്ന് ആവട്ടെ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ പൊരിക്കാനുള്ള മീനിനൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് ഞാൻ തേങ്ങ തിരുകി ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ടൊന്ന് നമ്മുടെ തോരലിൽ തട്ടിക്കൊടുത്ത്. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കറിക്കുള്ള കടുക് വറുത്ത് മീൻ കറി റെഡിയായി അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച കൊഴിയാള മീൻ കറിയാണ് കേട്ടോ.
എന്നിട്ട് ഈ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ നമ്മളുടെ മീൻ പൊരിക്കാനും കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കും എണ്ണ ചൂടായപ്പോൾ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവുന്ന നേരം നമ്മുടെ മുരിങ്ങയ്ക്ക തോരനും റെഡിയാവും. അപ്പോൾ ഇച്ചിരി മുരിങ്ങയ്ക്കല്ലേ, അപ്പോൾ ഇച്ചിരി വെന്താലാണ് അത് ടേസ്റ്റ് വരുള്ളൂ. അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് അതിൻ്റെ പച്ച കുത്തലൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മുരിങ്ങയ്ക്ക തോരൻ റെഡിയായി. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ കണക്ക് തന്നെയെന്ന് നോക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിരുന്നു കേട്ടോ. ഈ ഒരു വലിയൊരു മുരിങ്ങയ്ക്കയ്ക്ക് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തത്, ഒരു സവാളയാണ് എടുത്തത് കേട്ടോ. അത് നമ്മുടെ തോരൻ റെഡിയായി, മുരിങ്ങയ്ക്ക തോരൻ. ഞാനത് മാറ്റി വെച്ച് നമ്മുടെ മീൻ ഒരു ഭാഗം വെന്ത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റ സമയത്ത് തന്നെ കുറച്ച് പച്ചരിയും വെള്ളത്തിലിട്ടിരുന്നു അപ്പത്തിന് ആട്ടാൻ വേണ്ടി, നാളത്തേക്കെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഇന്നലെ ഇച്ചിരി മഴ ഉള്ളത് കൊണ്ട് കറണ്ട് ചിലപ്പോൾ പോകണമെങ്കിലെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ വെള്ളത്തിൽ ഒരു 1.5 നാഴി പച്ചരി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു അരമുറി തേങ്ങയും തിരികെയിട്ട് ഒരു 2 സ്പൂണ് ചോറും ചേർത്ത് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുത്തു. അപ്പോൾ ഇപ്പോൾ ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മളുടെ അപ്പത്തിനുള്ള മാവ് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കതിന് ഫ്രിഡ്ജിനകത്ത് വെച്ച് എടുത്ത് വെച്ചിട്ട് നമുക്ക് നാളെ എടുത്താൽ മതിയല്ലേ. അപ്പോഴാണ് വിചാരിച്ചത് നാളെ വിഷു അല്ലേ, ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കേണ്ടത് എന്ന് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ അപ്പത്തിന് അരിയൊക്കെ ഇട്ടില്ലേ. അങ്ങനെ അപ്പത്തിനുള്ള മാവ് ഞാൻ അവസാനം അരച്ചപ്പോൾ കുറച്ചൊരു നുള്ളി ഈസ്റ്റും കൂടെ ചേർത്താണ് കേട്ടോ അരച്ച് നമ്മളുടെ പാത്രത്തിലേക്ക് ഒഴിച്ച് അങ്ങ് മാറ്റി വയ്ക്കും. അപ്പോൾ നാളെ ഒരു കുഞ്ഞ് സദ്യയൊക്കെ ഉണ്ടാക്കണമെന്ന് പ്ലാനുണ്ട് കേട്ടോ കൂട്ടുകാരെ. നടക്കുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ അപ്പത്തിൻ്റെ മാവ് ഞാൻ ഒഴിച്ചു കൊടുത്ത് 1 സ്പൂണ് വെച്ച് ഞാനൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച്, ഇത് ഈസ്റ്റ് ഇട്ടത് കൊണ്ട് പെട്ടെന്ന് നമുക്കിത് മാവ് പുളിച്ച് കിട്ടും. അപ്പം നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കാം. ഈ പഞ്ചസാര ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വട്ടയപ്പം വേണമെങ്കിൽ ഈ കൂട്ടിൽ നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയാണ് കേട്ടോ ഇച്ചിരി പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ വെച്ചതിന് ശേഷം അടച്ചൊന്ന് മാറ്റി ഒതുക്കി വെച്ചതിന് ശേഷം അവിടെ നമ്മുടെ അടുക്കളയെല്ലാം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി ഒതുക്കി എടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊരിച്ച മീനും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പൊരിച്ച മീൻ വേറെ പാത്രത്തിലൊന്നും മാറ്റിയില്ല, അതിൻ്റെ എണ്ണ ഒന്ന് ഒഴിച്ച് മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് അടച്ച് ഞാൻ ഒതുക്കി വെച്ച്. ഇപ്പം നമ്മളുടെ അടുക്കളയിലെ ജോലി മൊത്തം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റതുകൊണ്ട് എല്ലാ ജോലികളും നേരത്തെ തന്നെ തീർക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ ഈ പൂച്ചക്കുഞ്ഞ് നമ്മുടെ വീട്ടിൽ രാത്രി മാത്രം വരുന്ന പൂച്ചക്കുഞ്ഞാണ് കേട്ടോ. ഇന്ന് നേരത്തെ വന്നേ. അപ്പോൾ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ 12:30 മണിയായി കറക്റ്റ്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും